അത് ഭയങ്കര ടെൻഷൻ നിറഞ്ഞൊരു യാത്രയായിരുന്നു. 2019 നവംബറിൽ ഞാൻ ഗ്രീസിലേക്കൊരു യാത്ര നടത്തിയത്. എനിക്ക് ഷെങ്കൻ വിസ കിട്ടിയിരുന്നു ആ സമയത്ത്. അങ്ങനെ ആ 3 മാസം കൊണ്ട് 2 തവണ ഞാൻ യൂറോപ്പിൽ ദീർഘമായ യാത്രകൾ നടത്തി. അത് കഴിഞ്ഞ് ഇനിയും ഏതാനും ദിവസങ്ങൾ കൂടി വിസ തീരാൻ അവശേഷിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, ഈ ഷെങ്കൻ വിസ തീരുന്നതിന് മുമ്പ് ഗ്രീസിലേക്കൂടെ ഒന്ന് പോയാലോ. കാരണം ഗ്രീസിലേക്ക് പോയിട്ട് ആ സമയമാകുമ്പോഴത്തേക്കും ഏതാണ്ട് 16-17 വർഷം കഴിഞ്ഞിരുന്നു. എൻ്റെ ആദ്യകാല യാത്രകളിലൊന്ന് ഗ്രീസിലേക്കായിരുന്നു. ഇപ്പോൾ ഗ്രീസാകെ മാറിയിട്ടുണ്ടാവണം. തന്നെയല്ല, അന്ന് പോകാത്ത കുറേ സ്ഥലങ്ങളിലേക്ക് പോകണമെന്നുണ്ട്. അപ്പോൾ ഗ്രീസിലേക്കൊന്ന് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഇനി വിസ തീരാൻ വെറും 7-8 ദിവസങ്ങളൂടെ ഉള്ളൂ എന്ന് ഓർക്കണം. പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ തയ്യാറെടുപ്പുകളെല്ലാം നടത്തി. ഈ പോവാത്ത ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് പോകാമെന്ന് ആദ്യം പഠിച്ചു. അവിടേക്ക് എങ്ങനെ എത്തുമെന്ന് പഠിച്ചു. ചിലയിടത്തേക്ക് ഫെറി ഷിപ്പുകളേ ഉള്ളൂ, മറ്റു ചിലയിടത്തേക്ക് ഫ്ലൈറ്റിൽ തന്നെ പോകണം, ചിലയിടത്തേക്ക് ട്രെയിനിൽ പോകണം. ഇവിടെയെല്ലാം നമ്മളെ കൊണ്ടു നടക്കുന്ന ടൂർ കമ്പനികളൊന്നുമില്ല. ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പം എനിക്കറിയാം ഇനിയുള്ള 3-4 ദിവസം എനിക്ക് നന്നായിട്ട് വിശ്രമിക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിമാനത്തിൽ ആണ് നമുക്ക് വിശ്രമിക്കാൻ പറ്റുന്ന സമയം. അതുകൊണ്ട് ഒരു ബിസിനസ് ക്ലാസ് ടിക്കറ്റ് തന്നെ എടുക്കാൻ തീരുമാനിച്ചു. ബിസിനസ് ക്ലാസ്സിന് സാധാരണ എക്കണോമിക് ക്ലാസ്സിനേക്കാൾ ഒരു 3 ഇരട്ടിയൊക്കെ വരെ നിരക്ക് കൂടും. അങ്ങനെ ഞാൻ ഇൻ്റർനെറ്റിൽ ഗ്രീസിലേക്ക്, ഏതൻസിലേക്കുള്ള ഫ്ലൈറ്റുകൾ, ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ഏതൊക്കെയുണ്ടെന്ന് നോക്കുമ്പോൾ ഗൾഫ് എയറിൻ്റെ ഫ്ലൈറ്റിന് നിരക്ക് വളരെ കുറവാണ്. എമിറേറ്റ്സ്, ഖത്തർ ഇതൊക്കെയുണ്ട്, പക്ഷേ ഇവർക്കൊക്കെ വലിയ നിരക്കാണ്. അപ്പോൾ ഞാൻ ഗൾഫ് എയർ തന്നെ ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചു. 80കളിൽ ഗൾഫ് നാടുകളിൽ ഏറ്റവും പ്രമുഖമായ എയർലൈൻസ് ഈ ഗൾഫ് എയർ ആയിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് ആ കാലം. അപ്പോൾ ആ ഓർമ്മയിൽ ഞാൻ ബുക്ക് ചെയ്തു. സാധാരണ ഞാൻ യാത്ര ചെയ്തിട്ടുള്ള ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റുകളിലൊക്കെ ഫ്ലാറ്റ് ബെഡാണ്. നമുക്ക് ബെഡ് ഏതാണ്ട് ഒരു കട്ടിൽ പോലെ നിവർത്തിയിടാം. അപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇവിടുന്ന് യാത്ര പുറപ്പെട്ട് ബഹ്റൈനിൽ ചെന്നിറങ്ങണം. ബഹ്റൈൻ വരെ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാം. അവിടെ ചെന്ന് ട്രാൻസിറ്റ് ഉണ്ട്. ഒരു 1.5-2 മണിക്കൂർ കാത്തു നിന്ന് അടുത്ത ഫ്ലൈറ്റ് കയറണം. ആ ഫ്ലൈറ്റ് കയറിയാൽ വീണ്ടും ഒരു 6-7 മണിക്കൂർ യാത്രയുണ്ട്. മൊത്തം ഒരു 10-11 മണിക്കൂർ യാത്രയുണ്ട്. ഈ 11 മണിക്കൂർ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാം. ആ ഉറക്കം കഴിഞ്ഞ് അവിടെ ചെന്നിറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രഷായി, നമ്മളുടെ ക്ഷീണമെല്ലാം മാറി. പിന്നെ നമുക്ക് അടുത്ത 3-4 ദിവസം ഗ്രീസിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം, ഷൂട്ട് ചെയ്യാം, പദ്ധതികൾ പ്ലാൻ ചെയ്യാം. അങ്ങനെ കൊച്ചിയിൽ നിന്ന് ഞാൻ ചെന്ന് ഗൾഫ് എയറിൻ്റെ വിമാനത്തിൽ കയറുമ്പോൾ ഇത് ഫ്ലാറ്റ് ബെഡല്ല, ഇത്തിരി വീതി കൂടിയ ഒരു എക്കണോമിക് ക്ലാസ് സീറ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. സീറ്റ് ചെറുതായിട്ടൊന്ന് പുറകോട്ട് മറിയും, അത്രയേ ഉള്ളൂ. കാര്യം ഈ ഗൾഫ് എയറിലെ മാനേജരും ജീവനക്കാരും ഒക്കെ വളരെ ഫ്രണ്ട്ലിയാണ്, വളരെ സ്നേഹപൂർവ്വമാണ് പെരുമാറുന്നത്, വളരെ പ്രൊഫഷണലാണ്. പക്ഷേ ഈ വിമാനത്തിന് ഇങ്ങനൊരു കുഴപ്പമുണ്ട്. അത് അക്കിടി പറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ബഹ്റിൻ വരെ ഇരുന്നുറങ്ങാൻ തീരുമാനിച്ചു. സാധാരണ ഈ ബഹ്റിനിൽ നിന്ന് യൂറോപ്പിലേക്കൊക്കെയുള്ള ഫ്ലൈറ്റുകൾ നല്ല ഫ്ലൈറ്റുകളാണ്, വൈഡ് ബോഡി എയർക്രാഫ്റ്റുകളാണ്. അപ്പോൾ അതിൽ മിക്കവാറും ഫ്ലാറ്റ് ബെഡായിരിക്കും. 4 മണിക്കൂറിലേറെ പറന്ന് ബഹ്റിനിലെത്തി. അവിടെ ചെന്നിറങ്ങി കാത്തിരുന്നു. നല്ല ക്ഷീണമുണ്ട്, ഉറക്കം വരുന്നുണ്ട്. ആ സമയമാകുമ്പോഴത്തേക്കും രാവിലെ 8:30 ആയി. പുലർച്ചെ പുറപ്പെട്ടതാണ്, രാത്രി പുറപ്പെട്ടതാണ് ഇവിടുന്ന്. 9:30 അവിടെ നിന്നുള്ള ഫ്ലൈറ്റ് ഏഥൻസിലേക്ക്, ഗ്രീസിൻ്റെ തലസ്ഥാനമായ ഏഥൻസിലേക്കുള്ള ഫ്ലൈറ്റ്. ആ ഫ്ലൈറ്റിലേക്ക് ചെന്ന് കയറുന്നു. അവിടെ വീണ്ടും ഇതാ അബദ്ധം പറ്റിയിരിക്കുന്നു. ഈ വിമാനത്തിനകത്ത് കൊച്ചിയിൽ നിന്ന് നമ്മൾ ബഹ്റിനിലേക്ക് വന്ന അതേ സൗകര്യങ്ങളേ ഉള്ളൂ. എക്കണോമിക് ക്ലാസ്സിലെ സീറ്റ് എത്ര പുഷ് ബാക്ക് ചെയ്യുക അത്ര മാത്രമേ ഇത് പുഷ് ബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വലിയ അബദ്ധം പറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. ഇരുന്നുള്ള ഉറക്കം നമുക്കറിയാം അത്ര സുഖകരമല്ല. പിന്നെ തലേണയൊക്കെ ചാരി വെച്ച് ഒരു തരത്തിൽ പയ്യെ കുറേശ്ശെയൊക്കെ മയങ്ങാൻ ശ്രമിച്ചു. പക്ഷേ ഉറങ്ങാൻ സാധിച്ചില്ല. വിമാനം ബഹ്റിനിൽ നിന്ന് പറന്നുയർന്ന് സൗദി അറേബ്യയ്ക്ക് മുകളിലൂടെ പറന്ന് ഈജിപ്തിൻ്റെ സീനായ് മരുഭൂമിക്ക് മുകളിലൂടെ പറന്ന് മെഡിറ്ററേനിയൻ കടലിലേക്ക് കയറുകയാണ്. ആ റൂട്ടൊക്കെ ഞാൻ ഇടയ്ക്ക് താഴേക്ക് നോക്കിയിരുന്ന് കാണുന്നുണ്ട്. അങ്ങനെ മെഡിറ്ററേനിയൻ കടലിൻ്റെ മുകളിലൂടെ കുറേ ദൂരം ഓടി നമ്മൾ ഈജിയൻ കടലിലേക്ക് എത്തുന്നു. ഈജിയൻ കടൽ എന്ന് പറയുന്നത് ഗ്രീസിൻ്റെ പ്രദേശമാണ്. ഗ്രീസ് എന്ന് പറയുന്നത് ഒരു പ്രധാന മെയിൻ ലാൻഡും കുറേയേറെ ചെതറിക്കിടക്കുന്ന ദ്വീപുകളും ചേർന്നതാണ്. അങ്ങനെ പറന്ന് വിമാനം ഏതൻസ് വിമാനത്താവളത്തിൽ പോയി ലാൻഡ് ചെയ്യുന്നു. ഏതൻസ് വിമാനത്താവളം നഗരത്തിൽ നിന്ന് കുറച്ച് അകലെയാണ്. കൃഷിയിടങ്ങളുടെയൊക്കെ നടുക്ക് ഒരു വരണ്ട ഭൂമി പോലത്തെ ഒരു പ്രദേശത്ത് പോയി വിമാനം ലാൻഡ് ചെയ്യുകയാണ്. ഗ്രീസ് നമുക്കറിയാം ഒരു സാംസ്കാരിക രാജ്യമാണ്. 5000 വർഷം മുമ്പ് തന്നെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന പല സിസ്റ്റങ്ങളും ഡെവലപ്പ് ചെയ്തൊരു രാജ്യം. ഉദാഹരണം പറഞ്ഞാൽ ഡെമോക്രസി, ജനാധിപത്യം എന്ന് പറയുന്നത് ലോകത്തിന് ആദ്യം കാണിച്ചു കൊടുത്തവരാണ്. ഫിലോസഫി, അതുപോലെ നിരവധി വിഷയങ്ങൾ, മെഡിക്കൽ സയൻസ്, അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്, പ്ലേറ്റോ, ഇങ്ങനെ നിരവധിയായ സൈദ്ധാന്തികന്മാർ, ചിന്തകന്മാർ.
അലക്സാണ്ടർ ദി ഗ്രേറ്റിനെ പോലുള്ള വമ്പൻ പോരാളികളെ, ചക്രവർത്തിമാരെ സൃഷ്ടിച്ച സൈദ്ധാന്തികന്മാർ, അവരെ പരിശീലിപ്പിച്ച സൈദ്ധാന്തികന്മാരുടെ അധ്യാപകരുടെ നാട്. ഒളിമ്പിക്സ് എന്ന് പറയുന്ന കായിക വിനോദം ആദ്യമായിട്ടുണ്ടായ നാട് 2000-3000 വർഷങ്ങൾക്ക് മുമ്പ്. പിന്നീട് ആധുനിക ഒളിമ്പിക്സും ആദ്യം തുടങ്ങിയത് അവിടെ തന്നെ. അങ്ങനെ അത്ഭുതങ്ങളുടെ, കലയുടെ, സംസ്കാരത്തിൻ്റെ, നാടകത്തിൻ്റെ, തിയേറ്ററിൻ്റെ ഒക്കെ ഒരു നാടാണ് ഗ്രീസ്. ആ സംസ്കാരം 10,000-4000 വർഷം മുമ്പത്തെ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും പല നഗരങ്ങളിൽ ചെതറിക്കിടക്കുന്നൊരു നാട്. ഞാൻ എയർപോർട്ടിൽ പോയി എമിഗ്രേഷൻ്റെ ക്യൂവിൽ പോയി നിന്നു. അപ്പോൾ ഷെങ്കൻ വിസ തീരാൻ ഇനി ഒരു 6-7 ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ ഇവർ പ്രശ്നമല്ല ഉണ്ടാക്കുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അവിടെ നീണ്ട ക്യൂ ആണ്. ഏകദേശം 1 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നു. ഇമിഗ്രേഷൻ കൗണ്ടറിൽ പാസ്പോർട്ട് കൊണ്ടുപോയി കൊടുത്തു. അവർ മറിച്ച് നോക്കി. അവരെൻ്റെ അടുത്ത് ചോദിച്ചു എത്ര ദിവസം ഇവിടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു 4 ദിവസം. നിങ്ങളുടെ വിസ ഇനി 7 ദിവസം കൂടി ഉള്ളൂ, അതിനുമുമ്പ് പോകണം. മടക്കയാത്രയുടെ ടിക്കറ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്. കാണട്ടെ. ടിക്കറ്റ് എടുത്ത് കാണിച്ചു. ഓക്കെ, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? പാർത്തിനോൺ ഹോട്ടൽ. എവിടെയാണ് ഈ പാർത്തിനോൺ ഹോട്ടൽ? ഞാൻ പറഞ്ഞു അക്രോപോളിസിൻ്റെ തൊട്ട് താഴെ. അക്രോപോളിസ് എന്ന് പറയുന്നത് ഒരു മലയാണ്. ഏഥൻസ് നഗരത്തിൻ്റെ നടുക്കുള്ളൊരു മല, ഒരു മാർബിൾ മല. ആ മലയുടെ മുകളിലാണ് ഈ പാർത്തിനോൺ എന്ന് പറയുന്ന ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ പേരിലാണ് താഴ്വാരത്തെ ഈ ഹോട്ടലിനും പാർത്തിനോൺ എന്ന് പേര് വന്നത്. ഉദ്യോഗസ്ഥന് തൃപ്തിയായി. അയാൾ സീലടിച്ച് പാസ്പോർട്ട് തന്നു. ഞാൻ ഇറങ്ങി. അപ്പോൾ ഒരു പ്രശ്നം, ഞാൻ പറഞ്ഞല്ലോ, ഒരു അറേഞ്ച്മെൻറ്റ്സും എനിക്കില്ല. ഇവിടെ ഒരാളെയും പരിചയമില്ല. ഇനി ഏഥൻസ് നഗരത്തിലേക്ക് പോകണം. എന്ത് ചെയ്യും? അവിടെ ഒരു ഇൻഫർമേഷൻ കൗണ്ടറുണ്ട്. പ്രായമായ ഒരു സ്ത്രീയാണ് അവിടെ ഇരിക്കുന്നത്. അവരെന്നോട് ചോദിച്ചു എന്താ വേണ്ടേ? ഞാൻ പറഞ്ഞു എനിക്ക് സിറ്റിയിലേക്ക് പോകണം. എങ്ങനെ പോകും? അവർ പറഞ്ഞു മെട്രോ ട്രെയിനുണ്ട്, ബസ്സുണ്ട്. ഇത് രണ്ടുമാണ് സാധാരണ പോകാൻ എളുപ്പമുള്ള മാർഗ്ഗങ്ങൾ. ഞാൻ ചോദിച്ചു ടാക്സി കിട്ടുമോ? പിന്നെ ടാക്സി എന്താണെങ്കിലും കിട്ടും. അതിന് എത്ര നിരക്ക് വരും? പറഞ്ഞു 30 യൂറോ 35 യൂറോ ഒക്കെയാണ്. 30 യൂറോയാണ് സാധാരണ ചാർജ് ചെയ്യുക. നിങ്ങളുടെ ഹോട്ടൽ എവിടെയാണെന്നതിനെ ആശ്രയിച്ച് ചിലപ്പോൾ ചെറിയ വ്യത്യാസം വരും. ഇന്നൊരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 2:30 കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏറ്റവും ചുരുങ്ങിയത് 1 മണിക്കൂർ എടുക്കും സിറ്റിയിലെത്താൻ. ബസ്സിൽ പോയാൽ ചിലപ്പോൾ അതിൽ കൂടുതൽ സമയം എടുക്കും. മെട്രോയിൽ പോയാൽ അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേ പോയി നിൽക്കുകയുള്ളൂ. അത് നമ്മുടെ ഹോട്ടലിനടുത്താണോ പോയി നിൽക്കുക എന്ന് എനിക്കറിയില്ല. ഈ സ്ഥലമെല്ലാം തപ്പിപ്പിടിച്ച് ഹോട്ടലിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം എനിക്ക് അക്രോപോളിസ് എന്ന് പറയുന്ന മലമുകളിൽ പോകണം. അക്രോപോളിസ് നഗരത്തിൻ്റെ നടുക്ക് തന്നെയുള്ള, നഗരത്തിനകത്തുള്ള ഒരു മലയാണ്. വലിയൊരു മലയൊന്നുമല്ല, നടന്നു കയറാവുന്ന മലയാണ്. ഈ മലയുടെ മുകളിലായിരുന്നു പുരാതന ഗ്രീസിൻ്റെ ഏറ്റവും സുപ്രധാനമായ ക്ഷേത്രങ്ങൾ. അഥീനാദേവിയുടെ ക്ഷേത്രം, ഭരണസ്ഥിരാകേന്ദ്രങ്ങൾ, ബുദ്ധിജീവികളുടെ സമ്മേളന സ്ഥലങ്ങൾ, സ്റ്റേഡിയങ്ങൾ, ആംഫി തിയേറ്ററുകൾ, ഇതെല്ലാം ഉള്ള നഗരത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഈ അക്രോപോളിസിൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ അക്രോപോളിസിൻ്റെ താഴ്വാരത്താണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ. അത് ഞാൻ മനഃപൂർവ്വം ബുക്ക് ചെയ്തതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്താൽ ഉടനെ പോയി കയറണം. കാരണം ഒരു പ്രശ്നവും കൂടി ഉണ്ട്. 5:30 അക്രോപോളിസിലേക്കുള്ള ഗേറ്റ് അടയ്ക്കും. പിന്നെ ആരെയും ഗേറ്റ് വിടില്ല. 5:30 സമയം കൊണ്ട് നമുക്ക് അക്രോപോളിസിൽ കയറണം. അപ്പോൾ നമുക്ക് സമയമില്ല. തന്നെയുമല്ല, ഇത് നവംബർ മാസമാണ്. സൂര്യൻ നേരത്തെ അസ്തമിക്കും. വിൻ്റർ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇരുട്ടായി കഴിഞ്ഞാൽ അക്രോപോളിസ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്നാൽ പിന്നെ ഒരു ടാക്സി തന്നെ വിളിക്കാൻ തീരുമാനിച്ചു. ടാക്സിക്കാരൻ്റെ അടുത്ത് ചെന്നു. ഞാൻ പറഞ്ഞു ഹോട്ടലിൻ്റെ അഡ്രസ്സ് കാണിച്ചു, പേര് കാണിച്ചു നോക്കൂ, പുറപ്പെട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഫീസ് എങ്ങനെയാണ് സാധാരണ സിറ്റിയിലേക്ക്? അപ്പോൾ പറഞ്ഞു മീറ്റർ ഉള്ളത് തന്നാൽ മതി. പുള്ളി ആൾ വളരെ ഗൗരവത്തിലായിരിക്കുന്നത്. ഞാൻ പേര് ചോദിച്ചു. പേര് നിക്കോളാസ്. ഞാൻ ചോദിച്ചു ഈ നമ്മളീ പോകുന്ന റൂട്ട് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളൊരു റൂട്ടായിരിക്കുമല്ലോ അല്ലേ? കാരണം ഈ ടാക്സി ഡ്രൈവർമാർ ആളുകളെയും കൊണ്ട് കറങ്ങുന്ന പരിപാടി ലോകത്തെല്ലായിടത്തും ഉണ്ട്. എൻ്റെ ഈ ചോദ്യം നിക്കോളാസിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. പുള്ളി എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ പലയിടത്തെയും ടാക്സി ഡ്രൈവർമാരെ കണ്ടിട്ടുണ്ടാവാം, പക്ഷേ ഗ്രീസിലെ ടാക്സി ഡ്രൈവർമാരെ നിങ്ങൾ അങ്ങനെ അതിൽ കൂട്ടരുത്. നിങ്ങൾ നോക്കിക്കോളൂ, ഏറ്റവും കുറഞ്ഞ തിരക്കിൽ എവിടെ എത്തിക്കാൻ പറ്റും എനിക്ക്. പിന്നെ നിക്കോളാസുമായിട്ട് ഞാൻ വലിയ സൗഹൃദത്തിലായി. ആദ്യം മലമ്പ്രദേശങ്ങളിലൂടെ ഓടി, വിജനപ്രദേശങ്ങളിലൂടെ ഓടി, പിന്നെ നമ്മൾ നഗരത്തിലേക്ക് എത്തുന്നു. ഏഥൻസിലേക്ക് കയറുമ്പോൾ നമുക്ക് നിരാശയുണ്ടാകുക. ഒട്ടു സുന്ദരമല്ലാത്ത കെട്ടിടങ്ങൾ, വഴിയോരങ്ങൾ, ഏതോ ഒരു ദരിദ്ര രാജ്യമെന്ന് നമുക്ക് തോന്നുന്ന ഹോട്ടലുള്ള പല തെരുവുകളും പിന്നിട്ട് ഓടുകയാണ്. അങ്ങനെ ഓടി പ്ലാക്ക ഏരിയയിലെ ഒരു ജംഗ്ഷനിൽ വണ്ടി കൊണ്ടുപോയി സൈഡാക്കിയിട്ട് നിക്കോളസിൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഇറങ്ങിക്കോളൂ, ഇവിടുന്ന് നേരെ മുമ്പോട്ട് നടന്ന് ഒന്ന് അന്വേഷിച്ചാൽ മതി, നിങ്ങളുടെ ഹോട്ടൽ കണ്ടുപിടിക്കുക, അങ്ങോട്ട് എൻ്റെ വണ്ടി പോവില്ല. ഇയാളുടെ മീറ്ററിൽ നോക്കി 32 യൂറോ ആയിരിക്കുന്നു. 32 യൂറോയും കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇയാൾ കാറുമായിട്ട് പോയി. ഇറങ്ങി നടക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു 15 മിനിറ്റ് നടന്നെങ്കിൽ ഈ ഹോട്ടലിൽ എത്തുള്ളൂ എന്ന്. പലരോടും വഴി ചോദിച്ചു. പല സ്ട്രീറ്റുകളിലൂടെ നടന്ന് ഒടുവിൽ പാർത്തിനോൺ ഹോട്ടലിലെത്തി. ചെക്ക് ഇൻ ചെയ്തു. 3 സ്റ്റാർ ഹോട്ടലാണ്. ഏതാണ്ട് 5500 രൂപയാണ് മുറി വാടക ഒരു ദിവസത്തേക്ക്. ഏഥൻസ് പോലുള്ള ഒരു നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഏറ്റവും ടൂറിസ്റ്റ് അട്രാക്ഷനോട് ചേർന്നുള്ള ഒരു ഹോട്ടൽ എന്ന നിലയിൽ 5500 രൂപ വലിയ കൂടുതലല്ല. മുറിയിൽ ചെന്നു, ലഗേജൊക്കെ വെച്ചു, പെട്ടെന്നൊന്ന് കുളിച്ചു. കാരണം ഉറക്കം പോകണം. കട്ടിൽ കണ്ടാൽ നമുക്കൊന്ന് കിടന്നുറങ്ങാൻ തോന്നുന്ന അത്ര ടയർഡാണ് ഞാൻ. പക്ഷേ ക്യാമറ എടുത്തുകൊണ്ട് പെട്ടെന്ന് പുറത്തിറങ്ങി. ആ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചങ്ങ് നടന്നു കഴിയുമ്പോഴത്തേക്കും മനോഹരമായ കല്ല് വിരിച്ചൊരു പാത ഇങ്ങനെ നീണ്ടുപോവുകയാണ്.
അവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാം നേരെ മുന്നിൽ ആ വഴി ചെന്ന് ചേരുന്നത് അക്രോപോളിസ് മലയുടെ ചുവട്ടിലാണെന്ന്. അപ്പോൾ അതിൽ ആരോടും ചോദിക്കേണ്ടതില്ല, അങ്ങോട്ട് നടന്നാൽ മതി. ഞാനങ്ങനെ നടന്നു. വഴിയോരങ്ങൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. സൂവനീർ കടകൾ, ഗിഫ്റ്റ് ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ ഒക്കെ ആയിട്ട് ധാരാളം ടൂറിസ്റ്റുകൾ ഒഴുകുന്നു. അപ്പോഴത്തേക്കും നേരെ ഒരു 3:45 ഞാൻ ധൃതിയിൽ നടന്നു. 5:30 അടയ്ക്കും. ഏതൻസിൽ വന്നാൽ അക്രോപോളിസ് മല ഷൂട്ട് ചെയ്തില്ലെങ്കിൽ, അക്രോപോളിസിൽ പോയില്ലെങ്കിൽ, പാർഥിനോൺ എന്ന ക്ഷേത്രം ചിത്രീകരിച്ചില്ലെങ്കിൽ ഈ യാത്ര വേസ്റ്റാണ്. ഓടി എൻട്രൻസിലേക്ക് ചെല്ലുന്നു. അവിടെ ടിക്കറ്റ് എടുക്കണം. ഈ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ചെല്ലുമ്പോഴാണ് വേറൊരു പ്രശ്നം. അവിടെ നീണ്ട ക്യൂ ആണ്. ഒരു 10-100 ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഞാൻ ഈ ക്യൂവിൻ്റെ പുറകിൽ പോയി നിന്നു. ഒരാൾ എൻ്റെ നേരെ വരുന്നു. ഒരു 50-55 വയസ്സുള്ള ഒരാളാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അക്രോപോളിസിൽ പോവുകയാണോ? ഇംഗ്ലീഷ് അറിയാം. ഞാൻ പറഞ്ഞു അതെ, ഞാനൊരു ഗൈഡാണ്, നിങ്ങൾക്ക് ഗൈഡിൻ്റെ സേവനം ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞു വേണ്ട, എനിക്കറിയാം സ്ഥലം. അപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് ടിക്കറ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല. പണ്ടില്ല, നീണ്ട ക്യൂ ആ, ടിക്കറ്റ് എടുക്കണം. പെട്ടെന്ന് പുള്ളി ഒരു സൊല്യൂഷൻ്റെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ എന്നെ ഗൈഡായിട്ട് വിളിക്കുക, ഞാൻ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് തരാം, എനിക്ക് വേറെ ബന്ധങ്ങളുണ്ട് ഇവിടെ. 10 യൂറോയാണ് ടിക്കറ്റ് നിരക്ക്. എനിക്ക് 10 യൂറോ ഗൈഡിൻ്റെ ഫീസും തരണം. ഞാനെല്ലാം വിവരിച്ച് തരും. നിങ്ങൾ തന്നെ പോകുന്നതിനേക്കാൾ നല്ലതല്ലേ? തന്നെ ഇനി അധികം സമയമില്ല. നിങ്ങൾ തപ്പി അന്വേഷിച്ച് പോകുന്നതിനേക്കാൾ നല്ലത് ഞാൻ കൂടെ വരാം. ഞാൻ ആലോചിച്ചപ്പോൾ അത് ശരിയാണ്, അതൊരു ബുദ്ധിയാണല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെങ്ങനെ ടിക്കറ്റ് എടുക്കും? ഞാൻ ഇവിടുത്തെ ആളല്ലേ, എനിക്ക് ബന്ധങ്ങളുണ്ട്, നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യൂ, ഞാൻ പുറകെ കൂടെ പോയിട്ട് ഓഫീസിനകത്ത് കയറി ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് വരും. അപ്പോൾ ഇത്രയും ആളുകളവിടെ ക്യൂ നിൽക്കുന്നു. അപ്പോൾ ഇത് ഗൈഡുമാരെ ആശ്രയിക്കാത്ത ആളുകളാണ് ഈ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു 10 യൂറോ എടുത്ത് അങ്ങേൻ്റെ കയ്യിലേക്ക് കൊടുത്തു. പുള്ളി അതുമായിട്ട് ഈ ഓഫീസിൻ്റെ പിന്നിലേക്ക് പോയി. ഞാൻ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഈ ആളുകൾ ക്യൂ ഇങ്ങനെ നിൽക്കുകയാണ്. ക്യൂ പയ്യെ അനങ്ങി വരുന്നേ ഉള്ളൂ. കുറച്ച് നേരം നിന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു, ഇയാളെ കാണുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഓഫീസിൻ്റെ പിൻഭാഗത്തേക്ക് ചെന്നു. പിൻഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു വാതിലുണ്ട്, അത് പൂട്ടിയിട്ടിരിക്കുക. അപ്പോൾ ഇയാൾ എങ്ങോട്ടാണ് കയറിപ്പോയത്? എവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്ത് തരുമെന്ന് പറഞ്ഞത്? വീണ്ടും ഒരു 10-15 മിനിറ്റോടെ ഞാൻ കാത്തു നിന്നു. ടിക്കറ്റ് കൊടുക്കാനിരിക്കുന്ന ആളുകൾ ഇരിക്കുന്നത് നമുക്ക് കാണാം അകത്ത്. അപ്പോൾ അകത്ത് ഇയാളുണ്ടോ എന്ന് നോക്കി. അങ്ങനെ ഒരാളെ അവിടെ കാണുന്നില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ വന്ന് ഇറങ്ങി ആദ്യം തന്നെ ഞാൻ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഗ്രീസുകാരെല്ലാം സത്യസന്ധന്മാരാണെന്ന് നിക്കോളാസ് എന്ന് പറയുന്ന ഡ്രൈവർ എനിക്ക് ക്ലാസ് എടുത്തിട്ട് 1 മണിക്കൂറാകുന്നതേ ഉള്ളൂ. ഞാൻ വീണ്ടും ഓടി ക്യൂവിൻ്റെ പുറകിൽ പോയി നിന്നു. അപ്പോഴത്തേക്കും ക്യൂവിന് കുറച്ചുകൂടെ നീളം വെച്ചു എന്ന് തോന്നുന്നു. ഒരു 1/4 മണിക്കൂർ ക്യൂവിൽ നിന്ന് ടിക്കറ്റ് കിട്ടി. ഞാൻ ടിക്കറ്റുമായിട്ട് വീണ്ടും ഓടി മല ഓടിക്കയറുകയാണ്. ഈ മല കയറാൻ തുടങ്ങുമ്പോൾ ഈ മലയുടെ ഓരോ സ്റ്റേജിലും നിരവധി ചരിത്ര നിർമ്മിതികളുണ്ട്. ക്ഷേത്രങ്ങളുണ്ട്, ആംഫി തിയേറ്ററുകളുണ്ട്, പഴയ നാടകം നടന്നിരുന്ന തിയേറ്ററുകളുണ്ട്. പിന്നീട് അവിടെ അഥീനാദേവിക്ക് വേണ്ടി ബലികൾ അർപ്പിച്ചിരുന്ന സ്ഥലമായി മാറിയിട്ടുള്ള സ്റ്റേഡിയമാണ്. ഒരു കാലത്ത് റോമാക്കാർ ഇവരെ കീഴടക്കി വെച്ചിരുന്ന കാലത്ത് ഇവിടെ മല്ലയുദ്ധങ്ങൾ നടന്നിരുന്ന സ്റ്റേഡിയമാണ്. അത് കഴിഞ്ഞ് ഇവിടുത്തെ പൗരപ്രമാണികളും ബുദ്ധിജീവികളും ആശയവിനിമയം നടത്തുകയും സംവാദങ്ങൾ ഏർപ്പെടുകയും ചെയ്യുന്ന പ്രദേശങ്ങൾ, അത്തരം കേന്ദ്രങ്ങൾ. ഇങ്ങനെ ഈ ബുദ്ധിജീവികൾ ഒത്തുചേരുകയും സംഭാഷണങ്ങൾ നടത്തുകയും ആശയവിനിമയം നടത്തുകയും ഡിബേറ്റുകൾ നടത്തുകയും ചർച്ചകൾ നടത്തി പുതിയ ആശയങ്ങൾ രൂപീകരിക്കുകയും ചെയ്തിരുന്ന ആ പ്രദേശത്തിന് പറയുന്നത് സാങ്ച്വറി ഓഫ് ഡയോണിസസ് എന്നാണ്. അവിടുത്തെ ചിത്രങ്ങളെല്ലാം പകർത്തി, ദൃശ്യങ്ങളെല്ലാം പകർത്തി ഓടി. അങ്ങനെ മലഞ്ചെരിവിലൂടെ വീണ്ടും പോകുമ്പോൾ പല നിർമ്മിതികളുണ്ട്. അതായത് ഒരു 3000 കൊല്ലം മുമ്പ് ആ മലയും അതിൻ്റെ ചുറ്റുമായിരുന്നു ഈ ഏഥൻസിൻ്റെ ഏറ്റവും സുപ്രധാനമായ കേന്ദ്രങ്ങളും ക്ഷേത്രങ്ങളും ഇത്തരത്തിലുള്ള ബുദ്ധിജീവി സങ്കേതങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ. അപ്പോൾ അതിൻ്റെ എല്ലാ അവശിഷ്ടങ്ങൾ കണ്ട് കയറി മുകളിൽ ചെല്ലുമ്പോൾ ആ മലയുടെ ഒരു ഭാഗത്തെ വെട്ടിയരിഞ്ഞ് ഉണ്ടാക്കിയ വലിയൊരു സ്റ്റേഡിയം, വലിയൊരു ആംഫി തിയേറ്റർ, കൂറ്റൻ ആംഫി തിയേറ്റർ, അതിഗംഭീരമായൊരു കാഴ്ചയാണത്. ഏതാണ്ട് 2000 വർഷം മുമ്പ് പണിത ഒരു സ്റ്റേഡിയം, മാർബിൾ കൊണ്ട് പണിത ഒരു ആംഫി തിയേറ്റർ, ഗ്യാലറികളുള്ള ഒരു ആംഫി തിയേറ്റർ. ഇന്നും അതിനകത്ത് സംഗീത പരിപാടികളും പെർഫോമൻസുകളൊക്കെ നടക്കാറുണ്ട്. ഒരു ഗംഭീര സ്ഥലമാണത്. അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഈ അക്രോപോളിസിൻ്റെ ഗേറ്റിലേക്ക് എത്തുന്നു. മലയുടെ മുകളിലേക്ക് എത്തുമ്പോഴത്തേക്കും പടിപ്പുരയാണ്. ആ പടിപ്പുര കടന്ന് നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ നിരവധി ക്ഷേത്രങ്ങളാണ്, പലവിധ ക്ഷേത്രങ്ങൾ. കൂറ്റൻ മാർബിൾ തൂണുകളിൽ ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളുടെ സമുച്ചയങ്ങളാണ്. പല കാര്യങ്ങൾക്ക് വേണ്ടി പല കാലഘട്ടങ്ങളിൽ ഉപയോഗപ്പെടുത്തിയ മന്ദിരങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം എന്ന് പറയുന്നത് പാർഥിനോണാണ്. പാർഥിനോൺ ഞാനൊരു 15-16 കൊല്ലം മുമ്പ് പോയി എന്ന് പറഞ്ഞല്ലോ. അന്ന് ചെല്ലുമ്പോൾ ഉള്ളതിനേക്കാൾ ഇന്ന് കുറേയും കൂടെ വിപുലമായിരിക്കുന്നു. കാരണം എന്താ അറിയോ, ഈ പാർഥിനോണും ഈ അക്രോപോളിസിൻ്റെ മുകളിലെ ക്ഷേത്രങ്ങളും എല്ലാം പലതും തകർന്നു പോയിരുന്നു. ആ തകർന്നതിനെ കഴിഞ്ഞ 1 നൂറ്റാണ്ടായി ഇവർ പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുക. ഈ പാർഥിനോൺ തകർന്നു പോകാൻ കാരണം എന്താ അറിയോ, ഒരു മധ്യകാലഘട്ടത്തിലൊക്കെ ഈ പ്രദേശം തുർക്കിയുടെ ഭരണത്തിലായിരുന്നു. ഗ്രീസിനെ തുർക്കി ആക്രമിച്ച് കീഴടക്കിയ ഒരു കാലമുണ്ട്. ആ കാലഘട്ടത്തിൽ ഈ തുർക്കിപ്പട ഈ പാർഥിനോൺ ക്ഷേത്രത്തിനകത്താണ് അവരുടെ വെടിക്കോപ്പുകളും മരുന്നും എല്ലാം സൂക്ഷിച്ചിരുന്നത്.
വെനീസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഒരു കാലത്ത് ഇവരെ ആക്രമിച്ചപ്പോൾ ആ ആക്രമണത്തിനിടയിൽ ഈ വെടിമരുന്നിന് തീ പിടിക്കുകയും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. പൊട്ടിത്തെറിച്ച് ഏറ്റവും ചരിത്രമുള്ള ഈ പാർഥനോൺ ക്ഷേത്രം തകർന്ന് തരിപ്പണമായിപ്പോയി, ചെതറിപ്പോയി. അത് പിന്നീട് നൂറ്റാണ്ടുകളോളം അങ്ങനെ കിടന്നു. പിന്നീട് 1900 ആദ്യ ദശകങ്ങളിലാണ് അതിനെ പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചത്. ആ ചെതറിപ്പോയ കല്ലുകളെല്ലാം വീണ്ടെടുത്ത് മാന്തിയെടുത്ത് അതെവിടെയാണ് ഓരോന്നും നിന്നതെന്ന് ഗവേഷകർ നിരന്തരം ഗവേഷണം നടത്തി കഴിഞ്ഞ 100 വർഷമായിട്ട് ഈ പാർഥനോൺ ക്ഷേത്രത്തെ പുനർനിർമ്മിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേതാണ്ട് ഒരു മുക്കാലും പണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മേൽക്കൂരയില്ല. മേൽക്കൂര പണ്ടും തടി കൊണ്ടൊക്കെയായിരുന്നു പണിതിരുന്നത്. അതിനുശേഷം കൽപ്പാളികൾ വെക്കുകയായിരുന്നു അതിൻ്റെ മുകളിൽ. അതുകൊണ്ട് തന്നെ ഈ തടിയുള്ള ഭാഗമൊക്കെ എത്രയോ 1000 വർഷമൊന്നും നിലനിൽക്കില്ലല്ലോ, അതെല്ലാം ദ്രവിച്ചു പോയി. പക്ഷേ കല്ലുകൊണ്ട്, ഈ മാർബിൾ ശിലകൾ കൊണ്ട് പണിത ആ തൂണുകളും അതിൻ്റെ ഭിത്തികളും ഒക്കെ ഇപ്പോൾ പുനർനിർമ്മിച്ചു കഴിഞ്ഞു. ഇനിയും കുറേയും കൂടെ ചെയ്യാനുണ്ട്. അത് ഈ കിട്ടാതെ പോയ കല്ലുകളുടെ ഭാഗമാണ് ഇനി അവശേഷിക്കുന്നത്. അതിന് പകരമായിട്ട് പുതിയ മാർബിൾ ശില കൊണ്ടുവന്ന് പഴയ ശൈലിയിൽ തന്നെ ചെത്തി ഒരുക്കി ആ ക്ഷേത്രം ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പാർഥനോൺ ക്ഷേത്രം മാത്രമല്ല, അതിന് സമീപത്തുള്ള പല ക്ഷേത്രങ്ങളും ഇത്തരത്തിലുള്ളത് പണി പൂർത്തിയായി വരികയാണ്. തകർന്നതിനെ തകർന്ന മട്ടിൽ വിടുകയല്ല ഇത്തരം രാജ്യങ്ങൾ ചെയ്യുന്നത്. അതിനെ പഴയ പ്രതാപത്തോടെ അവശേഷിച്ച കല്ലുകൾ വെച്ച് പുനഃസൃഷ്ടിച്ച് ഒരു പാതി മുക്കാലും പൂർത്തിയാക്കി നിർത്തുകയാണ്. അത്രയും പണി തീർത്ത് കഴിയുമ്പം വരുന്ന സഞ്ചാരികൾക്ക് ബാക്കി ഇമാജിൻ ചെയ്യാൻ പറ്റും, സങ്കല്പിക്കാൻ പറ്റും. അങ്ങനെ സന്ധ്യ മയങ്ങുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ദൗത്യം പൂർത്തിയാക്കി താഴ്വാരത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്ന ഈ അക്രോപോളിസിൻ്റെ പ്രധാന ദൃശ്യങ്ങൾ പകർത്തിക്കഴിഞ്ഞു. കാരണം ഇനി ഞാൻ ഏതൻസിൽ ഇത് ഷൂട്ട് ചെയ്യാൻ വരുന്നില്ല. ഏതൻസിലേക്ക് ഇനി നമുക്ക് ഇതിനുള്ള സമയമില്ല. നാളെ രാവിലെ ഞാൻ നഗരത്തിന് പുറത്തേക്ക് വിദൂരമായൊരു സ്ഥലത്തേക്ക് ട്രെയിൻ യാത്ര നടത്താൻ പോവുകയാണ്, മെറ്റിയോര എന്ന് പറയുന്ന ഒരു അത്ഭുത നഗരത്തിലേക്ക്. അപ്പോൾ അതിനുള്ള നാളെ മുഴുവൻ അവിടെയാണ്. ഞാനിങ്ങനെ ആ പ്രധാന സ്ട്രീറ്റിലൂടെ കല്ല് വിരിച്ച ആ തെരുവിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു സ്ത്രീ എൻ്റെ നേരെ വന്നിട്ട് എനിക്കൊരു ഒരു റോസപ്പൂ നീട്ടി കയ്യിലേക്ക്. ഞാൻ ചോദിച്ചത് എന്തിനാ? വെച്ചോളൂ, നിങ്ങൾക്കൊരു സമ്മാനമാണ്. ഞാൻ സാധാരണ ഇങ്ങനെ പെണ്ണുങ്ങൾ വന്ന് നമുക്കൊരു സമ്മാനം തരേണ്ട കാര്യമില്ലല്ലോ, ഇതെന്താ സംഭവം എന്ന് എനിക്ക് സംശയം. അവൾ ഒന്നുകൂടെ നിർബന്ധിച്ചു, എൻ്റെ കയ്യിലേക്ക് നീട്ടി. ശരി, ഞാനത് വാങ്ങിക്കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു 2 യൂറോ. ഞാൻ പറഞ്ഞു സമ്മാനത്തിന് 2 യൂറോയോ, നീ നിൻ്റെ കൈ വെച്ചാൽ മതി എന്ന് പറഞ്ഞ് തിരിച്ചേൽപ്പിച്ചു. അവിടുന്ന് ഞാൻ പ്ലാക്ക ഏരിയയിലേക്ക് നടന്നു. പ്ലാക്ക അതിന് സമീപത്ത് തന്നെയാണ്. പ്ലാക്കയാണ് ഫുഡ് സ്ട്രീറ്റുകളുടെ കേന്ദ്രം, നൈറ്റ് സ്ട്രീറ്റിൻ്റെ കേന്ദ്രം, ഷോപ്പിങ്ങിൻ്റെ കേന്ദ്രം. അതായത് ഒരു ടൂറിസ്റ്റ് നഗരത്തിലെ ഏറ്റവും ഹാപ്പനിങ് പ്ലേസ്. സന്ധ്യ ആകുമ്പോഴത്തേക്ക് അതങ്ങ് ഉണരും. ഈ കെട്ടിടങ്ങളിലെല്ലാം ലൈറ്റ് ഇടും. ഈ കെട്ടിടങ്ങളെല്ലാം പുരാതന കെട്ടിടങ്ങളാണ്, പഴയ കെട്ടിടങ്ങൾ, 100-200 വർഷം പഴക്കമുള്ള കെട്ടിടങ്ങൾ, ചിലത് അതിനേക്കാൾ പഴക്കമുള്ളത്. അതിനെയൊക്കെ നവീകരിച്ചെടുത്തിട്ട് ലൈറ്റപ്പൊക്കെ ചെയ്ത് മുറ്റത്ത് നല്ല മേശവിരിയിട്ട മേശകൾ നിരത്തിയിട്ട് നല്ല ഗംഭീര കസേരകളും ഒക്കെ ഇട്ട് അകത്തും പുറത്തും ഒക്കെ ആയിട്ട് ആളുകൾക്ക് നിരന്നിരിക്കാവുന്ന പോലെ ആ സ്ട്രീറ്റ് മുഴുവൻ അങ്ങ് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഈ നൈറ്റ് സ്ട്രീറ്റ്, ഫുഡ് സ്ട്രീറ്റ് എന്നൊക്കെ പറയുന്നത് ടൂറിസത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്, പ്രത്യേകിച്ച് വിദേശ ടൂറിസ്റ്റുകൾ വരുമ്പോൾ. പകൽ ഈ അക്രോപോളിസ് പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചരിത്ര സ്ഥലങ്ങളിലേക്കൊക്കെ പോയവർ കുടുംബസമേതം അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കൊപ്പം അല്ലെങ്കിൽ കമിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാരൊക്കെ വൈകുന്നേരം ഇവർ ഇത്തരം സ്ട്രീറ്റുകളിലേക്ക് വരും. അവിടുത്തെ റെസ്റ്റോറൻറ്റ് മുന്നിലെ കസേര ഇട്ട് അവിടെ എങ്ങിട്ടിരിക്കും. എന്നിട്ട് അവരൊരു ബിയറോ വൈനോ ഓർഡർ ചെയ്യും. അത് വരും. ഈ പാശ്ചാത്യരുടെ സ്വഭാവത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. ഒരു ഗ്ലാസ് വൈന് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബിയറുമായിട്ട് അവരങ്ങനെ ഇരിക്കും. ഈ ബിയറോ വൈനോ ഇങ്ങനെ ഒരു ഗ്ലാസ്സേ കാണുള്ളൂ ഒരു ദിവസത്തേക്ക്. അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുത്തി കുടിച്ചുകൊണ്ടിരിക്കും. ഇവരവരുടെ കഥകൾ പറയും, ഇവരവരുടെ ജീവിതം പറയും, ഭാവിയെക്കുറിച്ച് ചർച്ചകൾ ചെയ്യും, ഈ കണ്ട കാഴ്ചകളെ അവലോകനം ചെയ്യും. സുഹൃത്തുക്കളാണെങ്കിൽ ഒത്തിരി വിശേഷങ്ങൾ പറയും. ഈ ദിവസങ്ങൾ അവർക്ക് ടെൻഷനില്ലാത്ത അവധി ദിവസങ്ങളാണ്. തിരിച്ചങ്ങ് ചെന്ന് കഴിഞ്ഞാൽ സംഘർഷഭരിതമായ ജോലിയിലേക്ക് കയറേണ്ടതാണ്. അതിനു മുമ്പ് സുഹൃത്തുക്കൾക്കൊപ്പം ഇങ്ങനെ വൈകുന്നേരം ആ തണുപ്പത്ത് ആ വഴിയോരത്തിട്ട മേശകസേരകൾക്ക് അപ്പുറം ഇപ്പുറം ഇരുന്ന് കഥകൾ പറഞ്ഞ് ബിയറോ വൈനോ ഇങ്ങനെ നുണഞ്ഞുകൊണ്ടിരിക്കും. അവിടെ നമ്മൾ ഇവരെ ഉപദേശിക്കാൻ പോയിട്ട് കാര്യമില്ല. വൈനൊക്കെ ആരോഗ്യത്തിന് ഹാനികരമല്ലേ, ലഹരി മോശമല്ലേ എന്നൊന്നും പറഞ്ഞാൽ ആ ടൂറിസ്റ്റുകൾ ആ നാട്ടിലേക്ക് വരില്ല. അതവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതൊരു അധാർമികതയായിട്ട് നമുക്ക് ആർക്കും തോന്നില്ല. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നുന്ന ഒരു ആംബിയൻസാണ് അവിടെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ പല തെരുവുകൾ, ആ തെരുവിൻ്റെ അങ്ങറ്റം വരെ ഞാൻ നടന്നു. വഴിയോരങ്ങളിലെല്ലാം ഇങ്ങനെ ആളുകൾ നിരന്നിരിക്കുകയാണ്. എല്ലാ റെസ്റ്റോറൻറ്റിൻ്റെയും മുമ്പിൽ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. സജീവമായി ശരിക്കും വിൻ്റർ തുടങ്ങി, തണുപ്പുകാലം തുടങ്ങി. അങ്ങനെ കുറേ നേരം അതിലൂടെല്ലാം ചുറ്റി നടന്നിട്ട് ഒരു 7:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഹോട്ടലിലേക്ക് മടങ്ങി. കാരണം ഉറക്കം വന്നിട്ട് നിൽക്കാൻ വയ്യ. ഇനിയൊരു പ്രശ്നമുണ്ട്. നാളെ രാവിലെ എനിക്ക് ട്രെയിനിലാണ് പോകേണ്ടത്. ട്രെയിനിൽ മെറ്റിയോരയിലേക്ക് പോകണം. എങ്ങനെ പോകും? റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഗൂഗിൾ മാപ്പുമായിട്ട് മൊബൈലുമായിട്ട് അങ്ങോട്ടിരുന്നു. ഞാൻ ഈ താമസിക്കുന്ന പാർഥനോൺ ഹോട്ടലിൻ്റെ കുറച്ചടുത്തായിട്ട് മെട്രോ സ്റ്റേഷനുണ്ട്. അക്രോപോളി എന്നാണ് സ്റ്റേഷൻ്റെ പേര്. ഈ അക്രോപോളി സ്റ്റേഷനിൽ നിന്ന് മെട്രോ ട്രെയിൻ പിടിച്ചാൽ
5 സ്റ്റേഷൻ കഴിഞ്ഞ് എത്തുന്നത് ലറീസ സ്റ്റേഷനാണ്. ആഥൻസ് ലറീസ എന്നാണ് ആ സ്റ്റേഷൻ്റെ പേര്. ആഥൻസ് ലറീസ സ്റ്റേഷനിൽ നിന്ന് കലബാക്ക എന്ന് പറയുന്ന ഒരു പട്ടണത്തിലേക്ക് ട്രെയിനുണ്ട്. അത് രാവിലെ 7 മണിക്കാണ്. ആ ട്രെയിന് ആ സമയത്തുണ്ടെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് തന്നെ ഞാൻ ഇൻ്റർനെറ്റിൽ കയറി അതിൻ്റെ ബുക്കിംഗ് നടത്തിയിട്ടുണ്ട്. ടിക്കറ്റ് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. 7 മണിക്കാണ് ട്രെയിൻ പുറപ്പെടുന്നത്. ഏതാണ്ട് ഒരു 11:30 കഴിയുമ്പോഴത്തേക്കും 11:45 ആകുമ്പോഴത്തേക്കും അത് കലബാക്കയിലെത്തും. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ സമീപത്ത് എവിടെയോ ഈ മെട്രോ സ്റ്റേഷനുണ്ട്, അക്രോപോളിസ് സ്റ്റേഷൻ. ഈ അക്രോപോളിസ് സ്റ്റേഷനിൽ ചെന്ന് ടിക്കറ്റ് എടുത്ത് കയറി ഈ മെട്രോ ട്രെയിൻ പിടിച്ച് നമ്മൾ ഈ ലറീസ സ്റ്റേഷനിലെത്തണം. ഈ മെട്രോ സ്റ്റേഷനിലല്ല ലറീസയുടെ മറ്റ് ട്രെയിനുകൾ വരുന്നത്, അവിടുന്ന് കുറച്ച് അകലെയാണ്. പക്ഷേ അത് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. ഇത്രയൊക്കെ ഇൻ്റർനെറ്റിൽ നിന്ന് വായിച്ച് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് ഏകദേശം പോയിരിക്കുന്നത്. പക്ഷേ അവിടെ ചെന്ന് വീണ്ടും ഗൂഗിൾ മാപ്പൊക്കെ വെച്ച് ഇത് മനസ്സിലാക്കി. ഇവിടെയൊക്കെ ഒന്ന് റിസ്ക് എടുക്കാൻ പാടില്ല. കാരണം ഇന്ന് ഈ ട്രെയിൻ നഷ്ടപ്പെട്ടാൽ ഇന്ന് ഒരൊറ്റ ട്രെയിനേ ഉള്ളൂ ഈ കലബാക്കയിലേക്ക്. പെട്ടെന്ന് കിടന്നുറങ്ങി, രാവിലെ എഴുന്നേറ്റു, കുളിച്ച് റെഡിയായി. 5 മണിയായപ്പോഴത്തേക്ക് ഞാൻ തെരുവിലിറങ്ങി. തെരുവ് വിജനം, ഒരു മനുഷ്യനില്ല, നല്ല ഇരുട്ട്, വഴിയിൽ എന്തൊക്കെയോ പണി നടക്കുന്നു. ഞാൻ ഇന്നലെ നടന്ന പല വഴികളും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ മാപ്പിൽ കണ്ടുവച്ചിരുന്ന ആ സ്റ്റേഷനിലേക്ക്, മെട്രോ സ്റ്റേഷനിലേക്ക് പോകാൻ കാണിക്കുന്ന വഴിയെല്ലാം വഴി ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. സംഭവം എന്താണെന്നറിയോ? പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്, അവിടെ ഇന്നൊരു ഞായറാഴ്ചയാണ്, ഇന്ന് അവിടെ ഒരു മാരത്തോൺ നടക്കുക, ഏതൻസ് മാരത്തോൺ. ഒരു ലക്ഷ്യം വെച്ച് ഈ ഇങ്ങനെ വളം ചുറ്റി നടക്കാൻ തുടങ്ങി. ടെൻഷൻ കൂടിക്കൂടി വരിക. സമയത്ത് ലറീസ സ്റ്റേഷനിലെത്തണം. നല്ല ഇരുട്ട്, ഒരു മനുഷ്യനെയും കാണുന്നില്ല, പരിചയമില്ലാത്തൊരു സ്ഥലം. ഇന്നലെ രാത്രി മാത്രം വന്നിറങ്ങിയ ഞാൻ ഒടുവിൽ കുറേ നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേർക്കാൻ തുടങ്ങി, ടെൻഷനായി. ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിലുമാണ്. അവിടെ ഗ്രീക്ക് ഭാഷയിലാണ് മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഒരു ബോർഡും അവിടെ കാണുന്നില്ല. ഈ ഭൂമിക്കടിയിലായതുകൊണ്ട് മുകളിൽ കെട്ടവും കാണാനില്ല. കഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു 3/4 മണിക്കൂറോളം ഞാൻ തപ്പി നടന്നു. ഒരു നിഴൽ രൂപം ഒരു തെരുവിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഞാൻ ഓടി അയാളുടെ അടുത്ത് ചെന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഈ മെട്രോ സ്റ്റേഷൻ എവിടെയാണ്? അപ്പോൾ അയാൾ പറഞ്ഞു, ഈ സ്ട്രീറ്റ് കൂടെ നേരെ നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ അവിടെ താഴേക്ക് സ്റ്റെപ്സ് ഉണ്ട്, ഇറങ്ങിയാൽ മതി. ഞാൻ അങ്ങോട്ട് ഓടി ചെന്നു, താഴെ ഇറങ്ങി. അപ്പോഴൊരു പ്രശ്നം, ടിക്കറ്റ് കൗണ്ടറുകളൊന്നുമില്ല. അവിടെയൊന്നും ആരും തുറന്നിട്ടുമില്ല. ടിക്കറ്റിംഗ് മെഷീൻ ഒരെണ്ണം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ് ഇട്ട് വേണം അതെടുക്കാൻ. ഞാൻ ചെന്നു, ക്രെഡിറ്റ് കാർഡ് ഇട്ടു. ചിലപ്പോൾ വർക്ക് ചെയ്യില്ല, പക്ഷേ ഇത്തവണ വർക്ക് ചെയ്തു. ഭാഗ്യം. ആ ടിക്കറ്റ് എടുത്തു, ഓടി പ്ലാറ്റ്ഫോമിലേക്ക് ചെല്ലുന്നു. കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്, അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഒരു ട്രെയിൻ വന്നു, അതിൽ കയറി. അപ്പോൾ അതിൻ്റെ വാതിക്കൽ ഒരു മാപ്പ് വരച്ചിട്ടുണ്ട്, അടുത്ത് ഇറങ്ങുന്ന 4-5 സ്റ്റേഷനുകളുടെ. 5ാമത്തെ സ്റ്റേഷനാണ് ലറീസ. അങ്ങനെ ട്രെയിൻ ഓടി, ഓരോ സ്റ്റേഷനിൽ നിർത്തി ആളുകൾ കയറുന്നു, ഇറങ്ങുന്നു. ഒടുവിൽ ലറീസ സ്റ്റേഷനിലെത്തി. അവിടെ ഇറങ്ങിയിട്ട് ഇനി റെയിൽവേ സ്റ്റേഷൻ, ഇത് മെട്രോ സ്റ്റേഷനാണ്, റെയിൽവേ സ്റ്റേഷൻ കണ്ടുപിടിക്കണം. പുറത്തിറങ്ങി ചോദിച്ചു, അവിടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു തന്നു. വീണ്ടും നടന്നു, സ്റ്റേഷൻ കണ്ടുപിടിച്ചു. സ്റ്റേഷൻ കാണുമ്പോൾ ഒരു പഞ്ഞ സ്റ്റേഷൻ, നമ്മുടെ നാട്ടിൻപുറത്തെ ചില റെയിൽവേ സ്റ്റേഷനൊക്കെ പോലെ. ഈ ഏതൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ്, ഒരു പകിട്ടുമില്ലാത്തൊരു സ്ഥലം. അപ്പോൾ ഞാൻ നേരത്തെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റിൽ 7 മണിയുടെ ട്രെയിനാണെന്നുണ്ട്, അതിൻ്റെ 4ാമത്തെ കോച്ചാണെന്നുണ്ട്, അതിൻ്റെ 85ാമത്തെ സീറ്റാണെന്നുണ്ട്. ഞാൻ പ്ലാറ്റ്ഫോമിൽ കാത്തു നിൽപ്പായി. അപ്പോൾ ഇടയ്ക്ക് 1-2 ട്രെയിനുകൾ വരുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ ഈ 4ാമത്തെ കോച്ച് എവിടെയാണ് വരുമെന്ന് അറിയില്ല. അതിൻ്റെ അടുത്ത് പോയി നിൽക്കണമല്ലോ. ഇത് വേറെ എവിടെ നിന്നോ വരുന്ന ട്രെയിനാണ്. ഞാൻ അവിടെ നിന്ന ഒരു പോലീസുകാരനോട് ഞാൻ ചോദിച്ചു. പോലീസുകാരൻ ഇംഗ്ലീഷൊന്നും അറിയത്തില്ല. ആ ടിക്കറ്റ് ഞാൻ കൊടുത്തു. ടിക്കറ്റ് നോക്കിയിട്ട് പുള്ളി പറഞ്ഞു, മുമ്പോട്ട് നടന്നോ, കുറച്ചുകൂടെ മാറി അവിടെ നിന്നോളാൻ പറഞ്ഞു. ഞാൻ അവിടെ പോയി നിന്നു. കഴിയുമ്പോഴത്തേക്കും ട്രെയിൻ വന്നു. കുറേ പേര് കയറാറുണ്ട്. അപ്പോഴത്തേക്കും ഈ ട്രെയിൻ വരാറായപ്പോഴത്തേക്കും പ്ലാറ്റ്ഫോമിൽ കുറേ ആളുകളായി, എല്ലാം ടൂറിസ്റ്റുകളാണ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവരിൽ ബഹുഭൂരിപക്ഷം പേര് മെറ്റീരിയലിലേക്ക് പോകുന്നവരായിരിക്കണം. ധാരാളം ടൂറിസ്റ്റുകൾ. അവരെല്ലാം ട്രെയിനിലേക്ക് കയറി, ഞാനും കയറി. വൃത്തിയുള്ള നല്ല ട്രെയിൻ, വലിയ മോഡേണൊന്നുമല്ല, പക്ഷേ നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള ട്രെയിന്. അതിനകത്തേക്ക് കയറി 85ാമത്തെ സീറ്റിൽ പോയിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് ചുറ്റും നോക്കുമ്പോൾ മുഴുവൻ പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ്. ആണുങ്ങൾ ഒറ്റ എണ്ണത്തിനെ കാണുന്നില്ല. അപ്പോൾ എനിക്കൊരു സംശയം, ഇത് ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് മറ്റാണോ? ഞാനെങ്ങനെ ഇതിനകത്ത് വന്നു? എനിക്കെങ്ങനെ ഇതിനകത്ത് ടിക്കറ്റ് കിട്ടി? മെയിലോ ഫീമെയിൽ എന്നൊന്നും ടിക്കറ്റ് എടുക്കുമ്പോൾ പറയുന്നില്ലല്ലോ. ഇനി അങ്ങനെ എങ്ങാനും മാറിപ്പോയതാണോ എനിക്കിന് സംശയമായി. പക്ഷേ ഈ സ്ത്രീകളൊന്നും എന്നോട് അപരിചിതത്തോടെ നോക്കുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഇവിടെ ഒന്നിച്ചിരിക്കുമായിരിക്കാം. ഏതായാലും ട്രെയിൻ പുറപ്പെട്ടു. പിന്നെ പയ്യെ നേരം വെളുത്തു വരുന്നു, നഗരം പിന്നിടുന്നു. ഏതൻസ് കഴിഞ്ഞ് പിന്നെ ഗ്രാമങ്ങളിലേക്ക് എത്തുന്നു. ഒലിവ് തോട്ടങ്ങൾ, പിന്നെ പിസ്താഷ്യോ തോട്ടങ്ങൾ, വരണ്ട ഭൂമി. മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ നിബിഡമായ സസ്യജാലങ്ങളൊന്നുമില്ല. വരണ്ട ഭൂമിയാണ്. കുറേ ചുണ്ണാമ്പ് കല്ലുകൾ അവിടെ ഇവിടെയൊക്കെ പൊങ്ങി നിൽക്കുന്ന ആ മലഞ്ചെരിവുകളൊക്കെ. അതിൽ വളരുന്നത് ഒലിവ് പോലുള്ള ചില ചെടികൾ മാത്രമാണ്. നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ, ജോർദാനിൽ, ഇസ്രായേലിൽ ഒക്കെ ചെന്നാൽ കാണുന്ന ഏതാണ്ട് ഒരു ഭൂപ്രകൃതിയിൽ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ്. മെഡിറ്ററേനിയൻ വെതറാണ്, മെഡിറ്ററേനിയൻ ഭൂപ്രകൃതി. അങ്ങനെ ഓടുകയാണ്. ഓരോ പട്ടണങ്ങൾ പിന്നിടുന്നു.
ഈ ട്രെയിനിലുണ്ടായിരുന്ന ആളുകളുടെ എണ്ണം, നാട്ടുകാരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ചില ഗ്രാമങ്ങളിലെത്തുമ്പം ഭയങ്കര ദാരിദ്ര്യമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. കേരളത്തേക്കാൾ ദരിദ്രമാണ് ഗ്രീസ് എന്നും ഗ്രീസിൻ്റെ ഉൾനാടുകളിൽ നിന്നും കുറേ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുകയാണ്. വഴിയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു, ചേറും ചെളിയും തളം കെട്ടി കിടക്കുന്ന റോഡുകൾ, വലിയ പകിട്ടൊന്നുമില്ലാത്ത വീടുകൾ, ചിലയിടത്ത് ചില വ്യവസായശാലകളുണ്ട്, ചിലയിടത്ത് ആർമിയുടെ എയർഫോഴ്സിൻ്റെയും ചില കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്, ചിലയിടത്ത് ചില ഫാക്ടറികളുണ്ട്. പക്ഷേ പിന്നെയും വിജനമായ പ്രദേശങ്ങൾ. ഇങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ഞാൻ ഈ പുറത്തെ കാഴ്ചകളെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു സൺഡേ ആയതുകൊണ്ടാവാം ഈ ഗ്രാമങ്ങളൊന്നും സജീവമല്ല. ഒരു ഗ്രാമത്തിലും തെരുവിൽ മനുഷ്യരെ കാണുന്നില്ല. മനുഷ്യരില്ലാത്ത ഗ്രാമങ്ങൾ, മനുഷ്യരില്ലാത്ത പ്രകൃതി, അത് കണ്ടുകൊണ്ടുള്ള ഓടി ഓടി ഒരു 11:30 ആയപ്പോഴത്തേക്കും നമ്മൾ ഒരു സ്റ്റേഷനിലേക്ക് അടുക്കുകയാണെന്ന് അറിയിപ്പ് വന്നു. അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ, കലബാക്ക സ്റ്റേഷൻ. എല്ലാവരും ലഗേജൊക്കെ എടുത്തു. അത് അവസാനത്തെ സ്റ്റേഷനാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ട്രെയിൻ പോവില്ല, പാളവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പോൾ വടക്കോട്ടാണ് യാത്ര ചെയ്യുന്നത്. തെക്ക് നിന്ന് ഗ്രീസിൻ്റെ വടക്കോട്ട് 4-4.5 മണിക്കൂറോളം ഇപ്പോൾ ഓടിക്കഴിഞ്ഞു. കലബാക്ക സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങുക, വണ്ടി സ്ലോ ആകുമ്പോഴത്തേക്കും ടെൻഷൻ എനിക്ക് കൂടി. കാരണം എന്താ അറിയോ, വലിയൊരു പ്രശ്നമുണ്ട്. ഈ മെറ്റിയോര എന്ന് പറയുന്ന ചരിത്രഭൂമി ചുണ്ണാമ്പ് പാറകളാണ്. ഒരു മലമ്പ്രദേശത്ത് കുറേയേറെ ചുണ്ണാമ്പ് പാറകൾ ഒരു തൂണുകൾ പോലെ ഉയർന്നു നിൽക്കുന്നു. ഈ തൂണിൻ്റെ ഏറ്റവും മുകളിൽ ഒരു 50 നില 60 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിലുള്ള ചുണ്ണാമ്പ് തൂണുകളാണ്. ചിലത് 100 നില വരെ ഉയരമുള്ള ചുണ്ണാമ്പ് തൂണുകളാണ്. ആ തൂണിൻ്റെ മുകളിൽ മൊണാസ്ട്രികൾ പണിത് വെച്ചിരിക്കുകയാണ്, സന്യാസി മഠങ്ങൾ. 1000 വർഷങ്ങൾക്ക് മുമ്പ് പണിത സന്യാസി മഠങ്ങൾ. അവിടേക്ക് കയറിപ്പോകുന്നത് തന്നെ അത്ഭുതകരമായ വഴികളിലൂടെയാണ്. ഇങ്ങനെ നിരവധി തൂണുകളും കൽത്തൂണുകൾ, ചുണ്ണാമ്പ് പാറയുടെ തൂണുകൾ, അതിനെല്ലാം മുകളിൽ മൊണാസ്ട്രികൾ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സന്യാസിമാർ വസിച്ചിരുന്ന, ഇപ്പോഴും സന്യാസിമാർ വസിക്കുന്ന, ധ്യാനനിമഗ്നരായി ധ്യാനിച്ച് ജീവിക്കുന്ന മൊണാസ്ട്രികൾ. ഭൂമിയിലൊരു അത്ഭുതമാണ്. ഇങ്ങനൊരു അത്ഭുത പ്രദേശം ഗ്രീസിലുണ്ടെന്ന് നമ്മൾ പലർക്കും അറിയത്തില്ല. അവിടെ ഇന്നത്തെ ദിവസം ഷൂട്ട് ചെയ്ത് തീർക്കണം. അതിനുവേണ്ടി ഞാൻ നാട്ടിൽ നിന്ന് തന്നെ ഇൻ്റർനെറ്റിൽ ഒരു ടൂർ കമ്പനിയിൽ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ അത് നോക്കുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് 12 മണിയാകുമ്പോൾ ട്രെയിൻ വരും. ആ ഒരൊറ്റ ട്രെയിനേ ഉള്ളൂ ഏതൻസിൽ നിന്ന്. ആ ട്രെയിനിലാണ് ടൂറിസ്റ്റുകളെല്ലാം വരുന്നത്. അതുകൊണ്ട് നിങ്ങളവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങളെ അവിടുന്ന് വണ്ടിയായിട്ട് വന്ന് പിക്കപ്പ് ചെയ്യും. എന്നിട്ട് മെറ്റീരിയലിൻ്റെ കാഴ്ചകളിലൂടെ എല്ലാം കൊണ്ടുപോകും. എന്നിട്ട് വൈകിട്ട് 6 മണിക്ക് മടങ്ങുന്ന ട്രെയിനിൽ നിങ്ങളെ കയറ്റി വിടാൻ ഇവിടെ കൊണ്ട് നടക്കും. ഇതാണ് ആ ടൂർ കമ്പനി ഏറ്റിരിക്കുന്നത്. അതിന് 100 യൂറോയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻ്റർനെറ്റിൽ കൂടെ അത് ബുക്ക് ചെയ്തു, ആ പേയ്മെൻറ്റും കൊടുത്തു, ഡേറ്റും ഫിക്സ് ചെയ്തു, ആ ഡേറ്റും സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്തു. പക്ഷേ ഒരു പ്രശ്നം പറ്റി, എനിക്ക് വൗച്ചർ തിരിച്ച് മെയിൽ വന്നില്ല. അപ്പോൾ എനിക്കൊരു സംശയം, ഞാൻ കൊടുത്ത മെയിൽ ഐ ഡിയിൽ എന്തെങ്കിലും തെറ്റ് വന്നോ? ഞാനിത് ബുക്ക് ചെയ്യുന്നത് യാത്ര പുറപ്പെടുന്ന അന്ന് രാത്രിയാണ്. ഞാൻ വിചാരിച്ചു എന്നാൽ പോകുന്ന വഴിക്ക് എനിക്ക് മെയിൽ വരുമായിരിക്കും. ഞാൻ ഇന്നലെ രാത്രി നോക്കി, മെയിൽ വന്നിട്ടില്ല. അവർ ബുക്കിംഗ് എടുത്തിട്ടുണ്ടോ, കൺഫേം ചെയ്തിട്ടുണ്ടോ, എനിക്ക് വേണ്ടി ഒരു ടൂർ ഗൈഡ് വരുമോ, ഒരുറപ്പുമില്ല. അപ്പം ഞാൻ ഈ ടെൻഷനോടെയാണ് ഈ പറഞ്ഞ കലബാക്ക റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ പോയി നിർത്തുമ്പം ഞാൻ ഇറങ്ങുന്നത്. എല്ലാ ടൂറിസ്റ്റുകളും ഇറങ്ങി. അവർ സ്റ്റേഷൻ്റെ പുറത്തേക്ക് നടന്നു. സ്റ്റേഷൻ്റെ പുറത്ത് കുറേ ടൂർ ഗൈഡുകൾ നിൽക്കുന്നുണ്ട്. പ്ലക്കാർഡുകൾ, ബോർഡുകളൊക്കെ ആയിട്ട് പലരുടെയും പേരെഴുതി. ഞാനിങ്ങനെ നടന്നു. എൻ്റെ പേരെഴുതി ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. കുറേ നേരം ഞാൻ അങ്ങും ഇങ്ങെല്ലാം നടന്നു. ഓരോരോ സംഘങ്ങളും ഓരോരുത്തരും ഒക്കെ ചെന്ന് അവരവരുടെ പേരെഴുതിയ ബോർഡിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആളുടെ അടുത്ത് ചെല്ലുന്നു, വിഷ് ചെയ്യുന്നു. അവരെയും കൂട്ടി പുറത്തേക്ക് പോകുന്നു. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് ഏതാണ്ട് എല്ലാ ആളുകളും പോയി തീർന്നു. അവസാനം ഞാനും ഏതാനും ആളുകൾ അങ്ങ് നടക്കുന്ന ആളുകളും മാത്രമായി. ആ സ്റ്റേഷൻ വലിയ സ്റ്റേഷനൊന്നുമല്ല, കുറച്ച് ആളുകൾ മാത്രം. എനിക്ക് മനസ്സിലായി, അബദ്ധം പറ്റി, എൻ്റെ ബുക്കിംഗ് കൺഫേം ആയിട്ടില്ല. ഇനി എന്ത് ചെയ്യും? ഇനി വേണമെങ്കിൽ ഒരു ടാക്സി വിളിച്ച് വേണേൽ പോകാം. ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ ഉണ്ട് മെറ്റിയോരയിലേക്ക്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ, മെറ്റിയോര ഒരു 10, 15, 20 കിലോമീറ്റർ പ്രദേശത്തായിട്ട് ചെതറിക്കിടക്കുന്ന ഇത്തരം തൂണുകളും ഗുഹകളും പുരാതന നിർമ്മിതികളും എല്ലാം ചേർന്ന വലിയൊരു പ്രദേശമാണ്. അപ്പോൾ ഈ ഓരോ സ്ഥലത്തേക്കും പോവുകയും അവിടുത്തെ ചരിത്രവും കഥകളും പറഞ്ഞു തരികയും ചെയ്യണമെങ്കിൽ അവിടുത്തെ ഒരു ഗൈഡ് വേണം. ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാർക്ക് ഇംഗ്ലീഷ് തന്നെ നേരെ പറയാൻ അറിയത്തില്ല. പക്ഷേ എങ്കിലും വേറെ വഴിയില്ല. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഒരു ടാക്സി കിട്ടുമെന്നറിയാൻ വേണ്ടി നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ ഒരു പെൺകുട്ടി, അതിസുന്ദരിയായൊരു പെൺകുട്ടി നടന്നു വരുന്നു. അവരെൻ്റെ നേരെയാണ് നടന്നു വരുന്നത്. ഞാനവിടെ നിന്നു. അവരെൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ആർ യു മിസ്റ്റർ സന്തോഷ്? ഞാൻ പറഞ്ഞു അതെ. വരൂ. ഞാൻ ചോദിച്ചു, നിങ്ങൾ ടൂർ കമ്പനിയുടെ ആളാണ്? അതെ. എനിക്ക് ആളായി. ഇനി മെറ്റീരിയയുടെ കാഴ്ചകളിലേക്ക് ആഹ്ലാദമായിട്ട് പോകാം. പുറത്തേക്ക് നടക്കുമ്പോൾ അവിടെ ഒരു മിനി വാൻ കിടപ്പുണ്ട്. ആ വാനിനകത്ത് 3-4 മറ്റു ടൂറിസ്റ്റുകളുമുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് മുമ്പിലിരുന്നാൽ കൊള്ളാം, ഗൈഡ് ഇരിക്കുന്ന സീറ്റിൽ ഞാൻ ഇരുന്നോട്ടെ. അവൾ പറഞ്ഞു, ഇരുന്നോളൂ, നിങ്ങൾക്ക് അവിടെ ഇരിക്കാം, ഞാൻ പുറകിലിരുന്നോളാം. അവൾ മുമ്പിലെ സീറ്റ് എനിക്ക് തന്നു. ഞാൻ മുമ്പിലിരുന്നു. ആ പെൺകുട്ടി പുറകിൽ കയറി. പിന്നെ കഥ പറഞ്ഞു തുടങ്ങി, മെറ്റിയോറയുടെ അത്ഭുതകരമായ കഥ. ആ കഥ കേട്ടുകൊണ്ട് മെറ്റിയോറ എന്ന അത്ഭുത പ്രദേശത്തേക്ക് ഞങ്ങൾ സഞ്ചാരം തുടർന്നു.
വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.